സംഗമേശ്വര മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ഋഷികേശ് നമ്പൂതിരി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി, മക്കളായ അഖിൽ നമ്പൂതിരി, നിഖിൽ നമ്പൂതിരി എന്നിവർ പരികർമ്മികളായിരുന്നു. പൂരാവേശത്തിനു പിന്നാലെ സംഗമപുരിയെ ആവേശത്തിലാഴ്ത്തി 10 ദിവസത്തെ കൂടൽമാണിക്യം ഉത്സവത്തിന് കൊടിയേറി. താന്ത്രിക ചടങ്ങുകളാൽ പവിത്രമായ ക്ഷേത്രത്തിൽ വൈഷ്ണവ മന്ത്രധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ പാണിയും തിമിലയും ചേങ്ങിലയും ചേർന്ന് സൃഷ്ടിച്ച നാദലയത്തിൽ മന്ത്രങ്ങൾ ആവാഹിച്ച് ക്ഷേത്രം തന്ത്രി നഗരമണ്ണ് ഋഷികേശ് നമ്പൂതിരിയാണ് കൊടിയേറ്റം നിർവഹിച്ചത്. പഞ്ചാരി മേളത്തിന്റെയും ആനകളുടെയും കലകളുടെയും 10 ദിവസം നീണ്ടുനിൽക്കുന്ന മഹോത്സവത്തിനാണ് ഇതോടെ തുടക്കമായത്. കൊടിയേറ്റത്തിന് മുന്നോടിയായി ആചാര്യവരണം നടന്നു. ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന കൊടിക്കുറയും മണിയും മാലയും കൊടിമരച്ചുവട്ടിൽ വെച്ച് കൊടിമരത്തിന് പൂജ ചെയ്താണ് കൊടിയേറ്റം നിർവഹിച്ചത്. കിഴക്കേ നടയിൽ വലിയ ബലിക്കല്ലിനോട് ചേർന്നുള്ള കൊടിമരത്തിൽ കൊടിയേറിയതോടെ ക്ഷേത്രകലകൾക്ക് തുടക്കമിട്ട് കൂത്തമ്പലത്തിൽ മിഴാവിന്റെ നാദം ഉയർന്നു. വില്ലുവട്ടത്ത് നങ്ങ്യാർമഠം കുടുംബാംഗം സൂത്രധാരകൂത്തും തുടർന്ന് നങ്ങ്യാർകൂത്തും അവതരിപ്പിച്ചു. തുടർന്ന് കൊമ്പ് മൃദംഗക്കളരിയിലെ കുട്ടികളുടെ മൃദംഗമേളവും അരങ്ങേറി. 100-ലധികം വർഷങ്ങളായി നടന്നുവരുന്ന ആചാരത്തിന്റെ അണുതെറ്റാതെയുള്ള നിഷ്ഠയുടെ ഭാഗമാണ് കൊടിയേറ്റ ദിവസം കൂത്തമ്പലത്തിൽ തുടങ്ങുന്ന കൂത്തുപറച്ചിൽ. ശ്രീകോവിലിൽ നിന്ന് ഭഗവാൻ ആദ്യമായി പുറത്തേക്ക് എഴുന്നള്ളുന്ന കൊടിപ്പുറത്ത് വിളക്ക് ഇന്ന് ആഘോഷിക്കും. വൈകിട്ട് വിശേഷാൽ പൂജകൾക്കു ശേഷം ദേവനെ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളിച്ച് മാതൃക്കൾ ദർശനത്തിനായി ശ്രീകോവിലിന്റെ തെക്കുഭാഗത്ത് സപ്തമാതൃക്കൾക്കരികെ ഇരുത്തും. ഈ സമയത്ത് ഭക്തർക്ക് ഭഗവാനെ വണങ്ങാൻ അവസരം ലഭിക്കും. തുടർന്ന് ഭഗവത് തിടമ്പ് കോലത്തിൽ ഉറപ്പിച്ച് ആനയുടെ പുറത്തേറ്റി എഴുന്നള്ളിക്കും. 2 ആനകളുടെ അകമ്പടിയോടെ 4 പ്രദക്ഷിണം പൂർത്തിയാക്കും. 5-ാം പ്രദക്ഷിണത്തിൽ വിളക്കാചാരം ചടങ്ങ് നടക്കും. കൊടിപ്പുറത്ത് വിളക്കും വലിയ വിളക്കുമടക്കം 8 വിളക്കുകളും 8 ശീവേലിയും 4 മണിക്കൂർ വീതം നീണ്ടുനിൽക്കുന്ന 16 പഞ്ചാരി മേളങ്ങളും വിളക്കിനും ശീവേലിക്കും ഒരുപോലെ എഴുന്നള്ളിക്കുന്ന 17 ഗജവീരന്മാരും കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട.